അങ്ങനെ നടന്നോട്ടെ. ഹായ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത്. എന്താ വെച്ചാല് റോഷിയാക്കൊക്കെ ഒരു പണിയാണ്. അതെ, നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട് റോഷന് ഒരു പണി കൊടുക്കണം, റോഷന് ഒരു പണി കൊടുക്കണം എന്ന്. അപ്പൊ ചൂടോടെ ആറുന്നതിന് മുന്നേ തന്നെ റോഷന് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് വെച്ചിട്ടാ പണി കൊടുക്കുന്നതെന്ന് അറിയോ? റോഷന്റെ താടി ട്രിം ചെയ്യാൻ പോവാ. പഴയ വീഡിയോസിലൊക്കെ റോഷനെ കാണാൻ എങ്ങനെയാ ഒരു ഷൊണ്ണ ലുക്കാ. ആ ഷൊണ്ണ ലുക്ക് എനിക്കൊന്ന് കാണണമെന്നുണ്ടായി. അതായത് ഒരുമാതിരി പഴയ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടാലും മനസ്സിലാവും നിങ്ങൾക്ക്. ഇന്നലെ ഞാനും റോഷാക്കും കൂടി ഒരു പണി കൊടുത്തേനി. സിംഗി ഇപ്പൊ റോഷാക്ക് ഒരു പണി കൊടുക്കുന്നു. ഇനി എനിക്ക് എന്താണ് അള്ളാഹ്ക്കറിയാം. അതെ, കാത്തിരുന്നോ. അപ്പോ ആ ലുക്ക് എങ്ങനെ ഇനി എന്തൊക്കെ പറഞ്ഞാലും റോഷൻ ആ ലുക്കിലേക്ക് പോകില്ല എന്ന് എനിക്കറിയാം. ഞാൻ കുറെ വട്ടം നിർബന്ധിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഓൻ്റെ ഒരു പാട്ട് അങ്ങോട്ട് എടുക്കാം. നല്ല ഉറക്കാം. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഞാനിവിടുത്തെ എന്താ പുതിയ പെണ്ണാണല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ എണീക്കണം. ഓനാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാം. ആ ഉറക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ബാ നമുക്ക് ഓൻ ഉറങ്ങുന്ന പോയി കാണാം. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ കുറെ ആൾക്കാർ പറഞ്ഞ് സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ ഒരിക്കലും മേക്കപ്പ് ഇല്ലാണ്ട് വീഡിയോയിൽ വരൂല ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ വീഡിയോയിൽ മേക്കപ്പ് ഇല്ലാണ്ട് വരൂല. ഇല്ലേ റാഷി? അപ്പൊ പിന്നെ അത് സ്ക്രിപ്റ്റഡാ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് മെല്ലെ പോയിട്ട് ട്രിം ചെയ്യാം. ഞാൻ എക്സൈറ്റഡ്. എത്രയായിട്ടൊന്നും എണീക്കാനൊന്നും പോണില്ല. ഫുള്ള് ലൈറ്റ്. ഈ കിടന്നോ? എനിക്ക് എണീക്കറോ? എണീക്കണില്ല? എനിക്ക് പിടിച്ചോ രാശി പിടിച്ചോ. അങ്ങനെ നടന്നോട്ടെ. അങ്ങനെ നടന്നോട്ടെ. ഇനി ഒന്ന് എണീച്ച് ഇതിലൊന്നും ആക്കാണ്ട് ഒന്ന് എണീച്ച് അങ്ങോട്ട് വന്നേ. സീനൊന്നുമില്ലടാ. നിനക്ക് വേണേ ഒരു ഭാഗത്ത് താടി വെച്ചിട്ട് പോവാ, മറ്റേ ഭാഗത്ത് താടി വെക്കാണ്ട് പോവാ. ഇന്നലെ എനിക്ക് പ്രാങ്ക് വന്നപ്പോ ഭയങ്കര ഉത്സാഹമില്ലല്ലോ. ഇന്നില്ലേ? കൊഴപ്പൊന്നുമില്ല. അത് ആ ഭാഗം അങ്ങനെ വെച്ചാ മതി. മുറി കഴിക്കണോ നോക്ക്. ഇവിടെ മുറിയൊന്നും ആയിട്ടില്ല. ഇത് പഴയതാണോ? ഇവിടെ ഞാൻ തപ്പിട്ട് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാ ഇത് പഴയതാണോ? എന്തെന്നാലും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് താടി നോക്കട്ടെ. ഒന്നും ആയിട്ടില്ലടാ. ഒന്നും ആയില്ല.
ഇനി അടിച്ചേ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലൈൻ ഇങ്ങനെ വെക്കുക. അല്ലല്ല ഈ ലൈൻ അതാണ് കഴിവ്. കഴിവുള്ളവരാക്കും. സുഗുണനായല്ല ഫുള്ള് പഠിച്ചാള്. ഇതെന്താ ഫുള്ള് പഠിച്ചാള്. ഇവിടെ മാത്രം പഠിച്ചോള് ക്ലിയർ ആക്കി പഠിച്ചു. മറിയാ ഞാനും മുടി ഇവിടെ ഇതുകൊണ്ട് എടുക്കാം. ഈ ഭാഗം ഇപ്പുറത്തെ സൈഡ് മാത്രം ആ ഭാഗം പോയി. ആ ഭാഗം പോയി. ഇത്ര വെക്കണം. അന്റെ മീശ തൊടൂല. അവിടെ വന്നോട്ടെ. കളിക്കല്ലേ കൊണ്ട ഇല്ല ഇതിനി കഴിക്കാനും റോഷുവിന്റെ രണ്ടാമത്തെ മുഖ ഈ കാണും. ഇതായിരുന്നു എനിക്ക് കാണണ്ട. ഞാൻ ചെയ്തോളാം. ഇനി രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ പേടിക്കണം. മനസ്സിലായോ? അന്നെ കാണാൻ വന്നിട്ടുണ്ട്. നോക്കി തരാൻ പറയുമ്പ ഇത് വെച്ചിട്ട് 4-5 ആൾക്കാരെങ്കിലും എന്നെ കാണണം. എന്താ മറിയ കളിക്കല്ലോ മറിയ. ഞാൻ ഉറപ്പായിട്ട് എന്റെ മുടിയാണ്. ചലഞ്ച് ഇങ്ങനെ വെച്ച് ഫറൂഖ് പോയി വരണം. വണ്ടി പിടിച്ചു വന്നാൽ മതി. പറ്റോ? പറ്റോ സെക്യൂർ ബൈക്ക്? ആക്കിക്കൊണ്ട് ഈ സാധനം കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ആക്കിക്കൊണ്ട് എന്താണ് കുഞ്ഞു കുട്ടിയുടെ വയറ്റിട്ട് ഇപ്പുറത്തെ സൈഡ് കാണാന്. ഈ ലുക്ക് നീ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റോഷൻ ഈ നമ്മളെ കേരളം കത്തിക്കും. നേരെ നിങ്ങൾ പറയും. മറിയ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, ഈ ഭാഗം കാണിക്കണോ നല്ല മനസ്സിലാവും. ഇത് മൊത്തം വൃത്തിയാക്കി ഫുള്ള് പണി എടുത്തോളി. പണി എടുപ്പിക്കാൻ ഇത് കുടുക്കി. അല്ല ഇതിപ്പോ തൽക്കാലം ഡ്രസ് ഇട്. ഇതെന്തായാലും ഇനി എന്താ പറയാ, ഞാൻ ഒരു ഒറ്റ ഐഡിയയും കൂടി പറയാം. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരിക്കും. ഈ പുരികം കൂടി എടുത്തു കളഞ്ഞാൽ മറ്റേ സിനിമ ഈ പുരികവും ഈ ഭാഗവും കാട്ടിക്കോളി. മുന്നേ ഇന്റത് പഠിച്ചതാ. ഈ ഇന്റെയും ഒക്കെ ഒന്ന് നോക്കിയാണ് വരണ്ട. അതിലുള്ള കടം വീട്ടിലായിട്ട് കണ്ടാ അന്ന് പിന്നെ രസം കിട്ടാ. ഇനി ഇവിടെ മാത്രം കുറച്ചെടുത്തു. ഇവിടെ മാത്രം അപ്പൊ രസം ഉണ്ടാവും. കുറച്ച് ഭാഗം അത് കുറച്ചെടുത്ത് തരൂ. കുറച്ചെടുത്ത് തരൂ. അവിടെ അല്ല വിട് അടങ്ങിക്ക്. വേദന ആവും. അടങ്ങി നിന്നോ. മതി അതാണ് വെക്ക്. കുറച്ച് സാധനം വെക്ക്. സൂപ്പർടാ. ഈ സാധനം എടുക്ക്. ഞാൻ വേറൊരു സാധനം കാണിച്ചു. സിങ്ക് ആക്കി തരണം. സിങ്ക് അല്ല ഈ പ്ലീസ്. നമുക്ക് പുറത്തൊക്കെ പോവാനുള്ളതല്ലേ. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മള് പുറത്ത് പോകും. ഇളകി കഴിഞ്ഞാ പ്രശ്നം. സെറ്റിട്ടാ
മറിയ പ്ലീസ് ഇതെടുക്ക് വാ നമുക്ക് പുറത്തു പോവാണ്. രാജരാജ ശിവലിംഗ റെഡ്ഡി ഇനി ചെയ്യേണ്ടി എന്താ വെച്ചാല് ഇതേ കോലം കൊണ്ടിട്ട് പോയിട്ട് ബാർബർ ഷോപ്പ് പോയിട്ട് പഠിച്ചാൽ മതി. കൊണ്ടുപോയി ഇതിങ്ങനെ പറ്റോ സെക്യൂരിറ്റി ഇവിടെ ബാർബർ ഷോപ്പ് ഉണ്ട്. പറ്റോ പറ്റോ പറ്റുമോ? ഇതൊന്നും ഈ ഭാഗം ഇതിന് തരില്ല. ഇനി നിനക്ക് ഇത് വെട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ബാബു ഷോപ്പിൽ ബാർബർ ഷോപ്പ് ഞമ്മക്ക് ഇതിനെ പറ്റി വലിയ എനിക്ക് ധാരണ വേണ്ട. എടാ ഇതെനിക്ക് ഒരു പണി അടിക്കുമ്പോ തോന്നില്ല. ഇതാണ് എനിക്കുള്ള പണി ശരിക്കും. എടി ഞാൻ ചെയ്യട്ടെ കൊണ്ടാ ഇല്ല പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കളിക്കുന്നത് ഞാൻ എത്ര കാലായിട്ട് വെക്കണതാന്നറിയോ? വെളുത്തിന്റെ തടി പോയപ്പോ ഇതിന് വെട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് വേണ്ട. അവിടേക്ക് ഞാൻ ഈ ഭാഗമാക്കിട്ട് പോവാ. കാരണം നീ ഭയങ്കര ഇതായിട്ട് എടുത്തത് കുഴപ്പമില്ലാത്ത പോലെ. അത് എനിക്ക് അങ്ങോട്ട് പറ്റില്ല. അതുകൊണ്ട് നീ പോയി പഠിച്ചു വാ. ഓ അതാണ് പ്രശ്നം. നീ എങ്ങനെ പറ്റിയ ഓരോ കാണാൻ വരിക? ചെല്ല് കൊടുത്ത പണി കുറച്ച് ലൈറ്റ് ആയി പോയോന്നൊരു സംശയം. അപ്പൊ ഓരും കൊണ്ട് നമുക്ക് ബാർബർ ഷോപ്പിൽ പോയിട്ട് വരാം. ഇനി നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പബ്ലിക് റിയാക്ഷൻ ആണ് കാണാൻ പോകുന്നത്. ഗൈസ് വണ്ടി തുറക്കട്ടെ. വണ്ടി പൂട്ടട്ടെ. കൊണ്ട പറയാ അത് പൊത്തി വെക്കലോ, അത് മങ്ങി ചലഞ്ച് അക്സെപ്റ്റഡ്. ഉറപ്പല്ലേ? ഒരു 4 ആളെ റിയാക്ഷൻ അത്ര എനിക്ക് വേണ്ട. നേരെ പോകുന്നു, നമ്മള് ബാർബർ ഷോപ്പിൽ കയറുന്നു, അടിക്കുന്നു, പോരുന്നു. നേരെ നിക്ക്. നിന്റെ 2 ഭാഗവും കാണുന്നില്ലല്ലോ. കേറില്ലേ? കേറെ കുറച്ച് സമയമൊക്കെ താ. ഇന്നലെ എന്താ ആവേശമായിരുന്നു കണ്ടത്. ഞാൻ നിന്റെ ഇമോഷനെ ഹേർട്ട് ആക്കിയിട്ടില്ല, മനസ്സിലായ? നീ എന്റെ ഇമോഷൻ വെച്ചാ കളിച്ചത്. നമ്മള് പൊക്കോണ്ടിരിക്കയാണ്. എടോ ഇത് തോത്തി വെച്ച് സ്റ്റിയറിംഗ് വീല് പിടിക്ക്. ചേട്ടാ ചേട്ടാ ഇവിടെ ബാർബർ ഷോപ്പ് തുറന്നില്ല. പെട്ടു ഗൈസ്. നല്ലൊരു സമയം. വീട്ടില് പോവാനല്ല, ബാർബർ ഷോപ്പില് പോവാന്. ഷോപ്പ് ഉണ്ട്. എവിടെ? അവിടെ. മുട്ടടിക്കടി ഒറ്റ കുത്തു കേട്ടോ. സാഹചര്യത്തിൽ എന്റെ പണി കഴിഞ്ഞു കേട്ടാ. ഇനി ഇവിടെ കിടക്കുന്നത് ഇത് എന്റത് തീർന്നു. ദൈവ ഓങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് കിട്ടുന്നുള്ളത് കൊടുക്കുവോ? പക്ഷെ ഇതുപോലൊരു പണി ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അല്ല അത് മുമ്പേ ചേച്ചിയൊക്കെ നോക്കിട്ട് പോണ്. കർമ്മയാണ്. ഞാൻ റാശിക്ക് ചെറുതായിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേറെ, പക്ഷെ ഇത്ര അലമ്പാക്കിയില്ല. അതിപ്പോ പണ്ടില്ല. ജൈവക്ക് ഒരു ആഗ്രഹം റോഷനെ കണ്ണട വെച്ച് കാണണം. ചേട്ടൻ ലുക്കാണ്. വിട്, കൈ വിട്, കാണട്ടൊക്കെ വീട്ട്. ഡ്രൈവ് മര്യാദക്ക് ചെയ്യട്ടാ. ഇറങ്ങി പോയി. ഇറങ്ങിടോ, ഇറങ്ങി. അതെ അതെ അതെ. ഇപ്പത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഇതാവുമ്പോ മറ്റെന്താ പറയാ, കുനിഞ്ഞ അടിച്ചോണ്ട് പോകുന്ന ടീമാ. എന്താകുമ്പോ കുനിഞ്ഞ അടിച്ചോണ്ട് പോകുന്ന ടീം.
ഇതുപോലെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? സമാധിയാക്കിയതാണ്. അയ്യോ സമാധി, അയ്യോ ഇവനൊന്ന് വിളിച്ചാ പറയും സമാധി സമാധി പറയും. മിണ്ടനില്ല റോഷൻ. അല്ല വേണ്ട വേണ്ട, ഇത് മുഴുവൻ ഉണ്ടായിരുന്നു അടങ്ങി നിൽക്കട്ടോ കഴിഞ്ഞു. കുഞ്ഞു മക്കളെ പോലെ സങ്കടം വരണോ എനിക്ക് വീണ്ടും പറയുമ്പോ. ഇനി നിനക്ക് പണി തരണം എന്നുള്ള ഒരു മൈൻഡ് തോന്നാൻ പാടില്ല. നീ പേടിക്കണം, മനസ്സിലായ? അയ്യോ ഞാൻ ഇപ്പൊ രാത്രിയൊക്കെ പേടിക്കില്ലോ നിന്നെ കണ്ടിട്ട്. റോഷൻ ഈ ചലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് റോഷന് ഇഷ്ടപ്പെട്ട ഒരു സാധനം. നിങ്ങൾ പറ ഇതെങ്ങനെയുണ്ട് ഈ ലുക്ക് എന്നുള്ളത്. ഈ സാധനം മാറ്റിനെങ്കിൽ കിടിലനായനെ, അതോ മാറ്റുന്നില്ല എന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പറ. നല്ലത് തന്നെ പറയണം കേട്ടോ. ചീത്തത് പറഞ്ഞ ഞാൻ തകർന്നു പോകും. ഓൾറെഡി ഇന്ന അവിടുന്ന് ഓരന്നെ കളിയാക്കാൻ തുടങ്ങിയാണ്. മറ്റേ സാധനം ഇത്ര ഉണ്ടായിക്കോട്ടെ ഇരുന്നില്ല. രസം ഉണ്ടായിരുന്നു. അയാൾ അത് എടുക്കുന്ന വിചാരിച്ചില്ല. അത് എടുത്തതിന് വെച്ചിട്ട് റോഷന്റെ കണ്ണ് പിന്നെ ഞാൻ അത് വിചാരിച്ചിട്ട് വന്നപ്പോ അതുള്ളപ്പോ ഒരു മെച്ചൂർഡ് ലുക്ക് ആയി. ഇപ്പം പിന്നെ ബേബി ലുക്ക്. ഇല്ല രസമുണ്ട്. ഞാൻ ശക്തിയോടെ എനിക്ക് വേണ്ടി എന്റെ ലുക്ക് ഇട്ടാ ലുക്കിന്റെ കാര്യം കമന്റ് ചെയ്യണം. പണി കിടിലൻ. റോഷൻ എനിക്ക് തന്ന പണിനെക്കാട്ടിലും എന്റെ പണിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇനിയൊരു പണി ആക്കി തരാ പോരെ. ഇനി പണി കൊടുക്കാനുള്ളതാ ഇവിടെ കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ പണി ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലല്ലേ നമ്മളെ റോഷൻസ് വ്ലോഗും. അതെ അതെ റോഷൻസ് വ്ലോഗില് വന്ന് പറയും നിങ്ങള് എന്താന്നുള്ളത്. മുടി തൊട്ടുള്ള കളിയുണ്ട്. ആ പേടി തുടങ്ങി നേരെ അവിടുത്തെ ഓള് പറയാണേ എന്റെ മുടിമലൊന്ന് തൊട്ടളിക്കരുത്, എമ്മക്കുപ്പൊക്കെ ഒന്നും ഇഷ്ടമല്ല അതൊക്കെ പറയൊക്കെ തുടങ്ങിയോള്. ഓക്കെ അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ബൈ.